ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വീണ്ടും മുറ്റത്തുള്ള മൂവാണ്ടമാവിന്ന് മാങ്ങ പൊട്ടിക്കലാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മൂവാണ്ടമാമ്പഴം. പ്ലിയൂർ മാമ്പഴം പോലും അവർക്ക് ഇഷ്ടമില്ല. അവർ പറയണത് അതിനൊരു കയ്പുണ്ട്, അത് കാരണം കൊണ്ട് വേണ്ട എന്നാട്ടോ. അപ്പോൾ ഇത് മാമ്പഴം പൊട്ടിച്ച് വെക്കമ്മേ, കുറേ കിളികൾ അണ്ണാർക്കണ്ണന്മാരും തിന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടണില്ല. ഇവർ വീഴുമ്പോഴേക്കും പോയി ഓടിച്ചെന്ന് പറക്കി അത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും പൊട്ടിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് മാങ്ങയും ഒരു ചെറിയ പാത്രം മാങ്ങയും കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് മൂത്തത് നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം, മൂക്കാത്തത് നമുക്ക് അച്ചാറിടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മാമ്മമാരത് മൂത്തതും മൂക്കാത്തതൊക്കെ തരം തിരിച്ച് അവരെന്നെ ചെറുതാക്കി അരിഞ്ഞ് തന്നു കേട്ടോ. എന്നിട്ട് അത് ഇലയിലിട്ട് അവർ ഉപ്പിട്ട് വെച്ചു കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാനത് അച്ചാറിടണേ കേട്ടോ. അപ്പോൾ എനിക്ക് ആ പണി ഒഴിവായി കിട്ടിയിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന കാരണം കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും പേസ്റ്റും, പിന്നെ വെളുത്തുള്ളി നടുകീറിയതും, പിന്നെ കുറച്ച് പച്ചമുളകും, പിന്നെ ഉലുവയും കടുകും പൊടിച്ചതും, പിന്നെ നമ്മുടെ വേപ്പില. ഇത് ചട്ടി ചൂടായതിന് ശേഷം നല്ലെണ്ണയിലാണ് കേട്ടോ ഞാൻ ഇത് അച്ചാറുണ്ടാക്കണേ. അപ്പോൾ കടുക് പൊട്ടിച്ച് ഒരുവിധം പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഞാൻ അതിലേക്ക് ചേർത്ത് വിട്ടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് പച്ചമുളകും നടുകീറി വെച്ച നമ്മുടെ വെളുത്തുള്ളിയും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നടുകീറിയ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മക്കൾ വന്ന്, അമ്മ ഉണ്ടാക്കി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പിയാവും അച്ചാറ് റെഡി ആയിട്ടിരിക്കണേ, ഇപ്പം ശരിയാക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. അവർക്ക് അച്ചാർ കഴിക്കാനൊന്നല്ല, അവിടെ മാങ്ങ കണ്ടിട്ടാണ് എന്നോട് സോപ്പിട്ട് വന്നതാണ് കേട്ടോ അവർ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് വിട്ടാം. അപ്പോൾ ഇത് നന്നായി ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചിയൊക്കെ ഉള്ള കാരണം കൊണ്ട് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിലേക്ക് എണ്ണ വീത്തുന്നുണ്ട് കേട്ടോ, ഒന്ന് അടി പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് മുളക് പൊടിയും ആഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എണ്ണ ഇത്തിരി കുറവ് തന്നെയാണ്, അപ്പോൾ ഞാൻ കൂടുതലും എണ്ണ അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്തായാലും എണ്ണ എനിക്ക് തെളിഞ്ഞ് നിൽക്കണം അച്ചാറിലേക്ക്, ഞാൻ കാരണം വെള്ളമൊന്നും ഒഴിക്കണില്ല, ഓൺലി എണ്ണ മാത്രമാണ് കേട്ടോ അതിൽ ഞാൻ പ്രിഫർ ചെയ്യണേ. പിന്നെയും നമ്മുടെ തെങ്ങിൻ്റെ ചൊറുക്ക, നമുക്ക് കൊക്കനട്ടിൻ്റെ ചൊറുക്ക വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചൊറുക്കും കൂടി ആഡ് ചെയ്തൊന്ന് തിളപ്പിച്ച ശേഷം ഇത് ഓഫാക്കിയിടും കേട്ടോ. ഇത് ഓഫാക്കി ഇടണം, കാരണം ഞാൻ തീ വളരെയധികം ഡിമ്മിലാണ് ഇത് ഇട്ടിരിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിയാൻ വളരെയധികം സാധ്യത കൂടുതലാണ് കേട്ടോ. വളരെ തീ കുറച്ചിട്ടാണ് ചെയ്തിരിക്കണേ. അപ്പോൾ അങ്ങനെ മാങ്ങ അരിഞ്ഞത് അതിലേക്ക് ഞാൻ ചേർത്ത് കേട്ടോ. അപ്പോൾ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു, അവർക്കും കുറേശ്ശെ പാത്രത്തിൽ കൊടുത്തു കേട്ടോ. ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും, തായോ എന്ന് പറഞ്ഞാൽ. ഇത് കൊടുത്തില്ലെങ്കിൽ ആ ടേസ്റ്റ് അവർക്ക് കിട്ടില്ലല്ലോ, അപ്പോൾ അവർ ചോദിക്കലുണ്ടാവുള്ളൂ. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നാലേന്നേ പോവില്ല. അതിലേക്ക് കുറച്ച് ഉലുവേരിയും കടുക് പൊടിച്ച ആ പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഞാൻ ഗ്യാസൊക്കെ നിർത്തിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ വെറുതെ ഇളക്കി കൊടുത്ത് അതിലേക്ക് നല്ലെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് ഞാൻ കുപ്പിയിലേക്ക് പകർത്തുമ്പോൾ കുറച്ചും കൂടി നല്ലെണ്ണ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇത് കുപ്പിയുടെ മുകളിൽ നല്ലെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ രീതിയിലാണ് കേട്ടോ എന്തായാലും കുപ്പിയിലേക്ക് ആക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എനിക്ക് അച്ചാർ സെറ്റാക്കി എടുത്തിരിക്കണേ. അത് കഴിഞ്ഞ് കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഇത്തിരി കൂടി നല്ലെണ്ണ ഒഴിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ചാറിൻ്റെ വിഭവം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം ഞാൻ ഒരു കൂട്ടാനായിട്ട് ഇന്ന് മാമ്പഴക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതും കൂട്ടി ഇന്ന് അച്ചാറും മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിക്കാമെന്നുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ബൈ, സീ യു.